അല്ലാതെ ചെറിയമ്മ എന്ത് പറയാനാ? ചെറിയമ്മ നല്ല മനസ്സോടെ നമ്മൾ പലതും ചെയ്ത്, പക്ഷെ അനുഭവം ഇങ്ങനെയായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും മോളെ? ഞാൻ ആരുടെ അഭിപ്രായം ചോദിക്കാനല്ല വന്നത്. ഇതെന്റെ തീരുമാനമാ. ഇതിൽ ഇനി ഒരു മാറ്റവും ഇല്ല. അനന്തമ്പിള്ളയുടെ വിഷം അതിന്റെ ഇരട്ടിയായിട്ട് ഇവൾക്ക് ലഭിച്ചിട്ടുണ്ട്. കഷ്ടം. അമിതമായി ആരെയും വിശ്വസിക്കരുതെന്ന പാഠം പഠിക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. സാരമില്ല മോളെ, എല്ലാം വിധിയെന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. മോള് വിഷമിക്കണ്ട. ദീപനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നമ്മുടെ ബെഡ്റൂമിൽ കയറി കഴിഞ്ഞ ഉടനെ ആ ഡോർ അങ്ങ് ക്ലോസ് ചെയ്യണമെന്ന്. ഡോർ ക്ലോസ് ചെയ്ത് ദീപു. ഒരു കാര്യം ഒരു പ്രാവശ്യത്തിലധികം എങ്ങനെയാ പറയാ? ഇനി ഞാൻ ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞ് മാറി നിന്ന് മോങ്ങരുത്. ഞാൻ ദീപുവിന്റെ വീട്ടുകാരോട് ഈ ചെയ്യുന്നതിനൊക്കെ ദീപുവിന് ഒരു വിഷമവും ഇല്ലല്ലോ അല്ലേ? ഏയ്, എന്ത് വിഷമം? അവരൊക്കെ ഇത് അനുഭവിക്കേണ്ടവരാ, എന്റെ അമ്മ ഉൾപ്പെടെ. അല്ല, നന്ദു തെറ്റിദ്ധരിക്കണ്ട. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും നമ്പർ 1 ശത്രുവാ ഈ ഞാൻ. വെരി ഗുഡ്. പക്ഷേ ഞാൻ അവരോട് പലതും പറയുമ്പോ ദീപു സൈലന്റ് നിൽക്കുന്ന എന്തിനാ? അയ്യോ, കൊളാന്ന് ഞാൻ ഇടയ്ക്കേറി സംസാരിക്കണമെന്ന് നന്ദു അല്ലേ എന്നോട് പറഞ്ഞത്? ഓ മൈ ഗ്രേഷ്യസ് ഡാർലിംഗ്. നീയോ? നീ വരുമെന്ന് ഞാൻ കരുതിയിരുന്നതാ. എന്തോ പറയാനാണല്ലോ നീ വന്നത് എന്ന് പറയും, ഞാൻ കേക്കാം. നന്ദന, ഒരിക്കൽ കൂടി ഞാൻ പറയുക, ഈ വീട് വിൽക്കാനുള്ള തീരുമാനം മാറ്റണം. അതെന്ത് മര്യാദകേടായി പറയുന്നത്? അവരവരുടെ പ്രോപ്പർട്ടീസ് അവരവർക്ക് വിൽക്കാനുള്ള ഫ്രീഡം ഇല്ലേ? ദീപു വേണ്ട. ഇവളോട് മറുപടി ഞാൻ പറഞ്ഞോളാം. ദീപു ഇടയ്ക്ക് കയറി സംസാരിക്കണ്ട. എടീ, ഞാനിങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കില്ലായിരുന്നു. എന്നെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചതേ നീയും നിന്റെ അച്ഛനും കൂടിയാ. കാര്യം എന്താണെന്നറിയോ? നിന്റെ അച്ഛൻ പ്രതാപവർമ്മയുടെ പ്രതാപം ഇല്ലാതാക്കാൻ. പ്രതാപവർമ്മയുടെ പ്രതാപവും ഇമേജും എല്ലാ കാലത്തും നിലനിൽക്കും. എന്റെ അച്ഛൻ അതെല്ലാം ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല, കാലങ്ങളായി ഉണ്ടാക്കിയതാ. നിർത്തി. അവളുടെ അച്ഛന്റെ ഒരു മാഹാത്മ്യം. എടി, ഇപ്പൊ ഈ കൊട്ടാരത്തിൽ താമസിക്കുന്ന പ്രതാപവർമ്മയുടെയും നിന്റെയും ദാരിദ്ര്യം നാട്ടുകാരറിയണം. അത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയാ നന്ദന പിള്ള ഇതൊക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? മണിമാളികയിൽ നിന്നും കുടിലേക്ക് താമസം മാറിയ പ്രതാപവർമ്മയോട് സഹായം ചോദിക്കാൻ വരുന്നവരെ എനിക്കൊന്ന് കാണണം. അയാൾ ദൈവമായിട്ട് കണ്ടവരെ അയാൾ കുടിലേക്ക് താമസം മാറുമ്പോ വരുമെന്ന് എനിക്കൊന്ന് കാണണം. വാടക കൊടുക്കാൻ മാർഗമില്ലാതെ കണ്ടവന്റെ വീട്ടിൽ താമസിക്കുന്ന നിനക്കും നിന്റെ അച്ഛനും മറ്റുള്ളവരുടെ മുൻപില് കൈ നീട്ടേണ്ടി വരും. അപ്പൊ ഇന്ന് രാവിലെ ഇവിടെ വന്ന് എന്നെ ചീത്ത പറഞ്ഞ് തെണ്ടിയവരും നീയും നിന്റെ അച്ഛനും ഒരുപോലെയാവും. ബെഗേഴ്സ്, ഭിക്ഷക്കാർ. അതെനിക്ക് കൺകുളിർക്ക് കാണണം. അതിന്റെ വീഡിയോ എടുത്ത് ഞാൻ എന്റെ അച്ഛന് അയച്ചു കൊടുക്കും. അച്ഛനും എനിക്കും അത് സന്തോഷാവൂടി.
മനസ്സിലായോ? ഇറങ്ങി പോടി പുറത്ത്. വാടക കൊടുക്കാൻ മാർഗമില്ലാതെ കണ്ടവന്റെ വീട്ടിൽ താമസിക്കുന്ന നിനക്ക് നിന്റെ അച്ഛനും മറ്റുള്ളവരുടെ മുൻപില് കൈ നീട്ടേണ്ടി വരും. ബെഗേഴ്സ്, ഭിക്ഷക്കാർ. അതെനിക്ക് കൺകുളിർക്ക് കാണണം. മോളെ, ചെറിയമ്മേ, ചെറിയമ്മേ, ദൈവമേ, എന്റെ കുഞ്ഞിന്റെ കണ്ണീര് വീഴാതെ ഒരൊറ്റ ദിവസം പോലും ഇല്ലല്ലോ. എന്തിനാ ഭഗവാനെ ഞങ്ങളോട് ഈ പരീക്ഷണം? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കരയാതിരിക്കും മോളെ, അല്ലാതെ ചെറിയമ്മ എന്ത് പറയാനാ? ചെറിയമ്മേ, നല്ല മനസ്സോടെ നമ്മൾ പലതും ചെയ്ത്, പക്ഷെ അനുഭവം ഇങ്ങനെയായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും മോളെ? ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഏറി വരുമ്പോൾ അധ്യാപകനായ എൻ്റെ അച്ഛൻ പറയുന്നൊരു ആശ്വാസ വാക്കുണ്ട്. ഒരു കാർമേഘവും നിലനിന്നിട്ടില്ല. ഒന്നുകിൽ പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാവും. നമ്മുടെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ തന്നെയാ. ഗത്യന്തരമില്ലാത്തൊരു മനുഷ്യന്റെ ഒരേ ഒരു പോംവഴി പ്രാർത്ഥനയും മോളെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആകാശങ്ങളിലാണെങ്കിലും അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കും.